ഒരു പട്ടാളക്കാരൻ എന്തായാലും റിട്ടയർഡ് ആയിട്ട് ഉപ്പും മല്ലിയും മുളക് വെക്കാൻ നടക്കില്ല. ഇതിന്റെ പിന്നിൽ എന്തോ ഉണ്ട് എന്ന് അന്ന് എനിക്ക് മനസ്സിലായി. അന്ന് മനസ്സിലായതിന്റെ പേരില് ഞാൻ ആദ്യം എന്ത് ചെയ്തു, കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു ഉപയോഗിച്ചു. അങ്ങനെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചപ്പോൾ ആട്ട, പേസ്റ്റ് അങ്ങനത്തെ സാധനങ്ങളാണ് വാങ്ങിട്ട് ഉപയോഗിച്ചത്. ആദ്യം ന്യൂട്രി സപ്ലിമെന്റ് ഒന്നും കേൾക്കുമ്പോ അതിനെ പറ്റി ഒന്നും അറിയില്ല. പക്ഷെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കും എന്റെ വീട്ടുകാർക്കും നല്ലതായിട്ട് ഫീൽ ചെയ്തു. അത് എനിക്ക് ക്ലിക്കായ കാര്യം 100% ഇന്ത്യൻ ഉൽപ്പന്നങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഇത് സമൂഹത്തിന് നാടിനും ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ ഉൽപ്പന്നങ്ങൾ പലചരക്കടയിലൂടെ ജനങ്ങൾക്ക് കൊടുത്തോടെന്ന് ചിന്തിച്ചു. അങ്ങനെ പലചരക്കടയില് ഓർഡർ ലിസ്റ്റ് എഴുതാൻ തുടങ്ങിയപ്പോൾ ചിലവർക്ക് പേര് ബ്രാൻഡ് ഒന്നും ഉണ്ടാവില്ല. ഉണ്ടാ ചിലർക്ക് കുളിക്കുന്ന സോപ്പ്, അവർക്ക് ഏത് സോപ്പായാലും കുഴപ്പമില്ല അല്ലെ. ചിലർക്ക് അലക്കുന്ന സോപ്പ് ബ്രാൻഡ് ഇല്ല. ചിലർക്ക് സോപ്പ് പൊടി, ഇന്ന സോപ്പ് പൊടി ഒന്നും ഇല്ല, ചിലർക്ക് മാത്രം ബ്രാൻഡുള്ളൂ. അപ്പൊ അങ്ങനെ ബ്രാൻഡ് എഴുതാതെ ലിസ്റ്റ് വന്നപ്പോൾ ഞാൻ നമ്മുടെ എന്നാ സോപ്പ്, സെൻസേഷൻ സോപ്പ് ഇതൊക്കെ വെച്ചു കൊടുത്തു. ഉപയോഗിച്ച ആളുകൾ വീണ്ടും ലിസ്റ്റ് എഴുതാൻ തുടങ്ങി. ആർസിഎം ആട്ട, ആർസിഎം സോപ്പ്, ആർസിഎം പേസ്റ്റ് എന്നെഴുതാൻ തുടങ്ങി. അപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, സജീവേ ഇത് നിനക്ക് മാത്രമല്ല, ഉപയോഗിച്ച ആളുകൾ എല്ലാവരും പറയുന്നു ഇത് നല്ലതാണ് നല്ലതാണ് നല്ലത്. അതുകൊണ്ടാണ് അവര് ആദ്യം ലിസ്റ്റ് എഴുതിയത്, ആർസിം എഴുതി. കാരണം എന്താണ്, ആർസിമിന്റെ ഫുൾ ഫോം അറിയില്ല, ആർസിം എന്താണെന്ന് അറിയില്ല, ആർസിമിന്റെ ക്ലാസ് കേട്ടിട്ടില്ല. ആർസിമിന് അറിയാത്ത ആളുകൾ പോലും ആർസിമിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ആർസിമിന്റെ പ്രൊഡക്റ്റ് വേണമെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കണ്ടേ? ഉപയോഗിച്ചവര് പറയൂ, ആർസിമിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതൊക്കെ നല്ലതാണോ? നല്ലതാണെങ്കിൽ മാത്രം കൈയടിച്ചാൽ മതി.